നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമാണ് കേരളത്തിലെ ഭരണകാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത്. എന്തെവിടെ എപ്പോൾ എങ്ങനെ നടക്കണം, എങ്ങനെ നടത്തിയെടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായി ക്ലിഫ് ഹൗസിൽ ഇരുന്ന് പ്ലാനും പദ്ധതിയും ഇടുന്നത് ഇരുവരുമാണെന്നുള്ള ആക്ഷേപം പ്രതിപക്ഷമടക്കം പല തവണയായി ഉയർത്തുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാസപ്പടി വിവാദത്തിലടക്കം പുതിയൊരു മേഖലയിലേക്കാണ് അന്വേഷണം കടന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ SFIO സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് നമുക്കറിയാവുന്നതാണ്. ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിലടക്കം പണം എത്തിയിട്ടുണ്ടോ, CMRL പണം നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് പൂർണ്ണമായും ഫയൽ വിട്ട് നൽകിയിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ ധനമന്ത്രിയുടെ കണ്ണും വായും മൂടിക്കെട്ടി കള്ളം പറയിപ്പിച്ചിരിക്കുകയാണ് വീണ വിജയൻ. മറ്റൊന്നിലുമല്ല, ആദ്യം മുതൽ 1,72,00,000 രൂപ വാങ്ങിയതിൽ നികുതി അടച്ചിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്ത് കുഴപ്പമെന്നുള്ള ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനായി കൂലിപ്പട മുന്നിട്ടിറങ്ങി വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് കള്ളം പറയിപ്പിച്ചതാണെന്നുള്ള മറുപടി ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവും MLAയുമായിട്ടുള്ള മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രിയുടെ മകൾ CMRL നിന്ന് വാങ്ങിയ പണത്തിന് നികുതി അടച്ചു എന്നത് പച്ചക്കള്ളമെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. ധനമന്ത്രി KN ബാലഗോപാലിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയനും CPM-ഉം. വിവരാവകാശ നിയമപ്രകാരം തനിക്ക് ലഭിച്ച വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഇങ്ങനെ ഗുരുതരമായ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. കുഴൽനാടൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആദ്യം താൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, 1,72,00,000 രൂപയ്ക്ക് നികുതി അടച്ചു എന്ന വാദം CPM-ന്റെ കള്ളമാണ്, അത് തെറ്റാണ്. ഇത് തെളിയിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന് CPM അംഗീകരിക്കുമോ എന്ന ചോദ്യം ആദ്യമേ ചൂണ്ടിക്കാട്ടിയതാണ്, വെല്ലുവിളിച്ചതായിരുന്നു. നികുതി അടച്ചു എന്ന് തെളിയിക്കാനെന്ന പേരിൽ ധനമന്ത്രിയെ കൊണ്ടുവന്ന് അന്ന് ധനമന്ത്രിയെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു. അന്നേ താൻ പറഞ്ഞിരുന്നു ഇത് കത്തല്ല, ക്യാപ്സ്യൂളാണെന്ന്. GST വരുന്നത് 2017-ലാണ്. അതിന് മുൻപുണ്ടായിരുന്നത് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ആയിരുന്നു. സർവീസ് ടാക്സ് രജിസ്ട്രേഷനിൽ നിന്നും GSTയിലേക്ക് മാറുമ്പോൾ ട്രാൻസാക്ഷൻ ഫോമാണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നികുതി അടച്ചതിൻ്റെ വിവരങ്ങൾ GST പോർട്ടലിൽ കൃത്യമായി തന്നെ കാണിക്കും. താൻ ഉന്നയിച്ചത് ശരിയാണെന്ന് തെളിയിക്കാൻ വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്തു. മൂന്നാമത്തെ അപ്പീലിലാണ് ഈ മറുപടി കിട്ടുന്നത്. ആദ്യം രണ്ടാമതും ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ കേസന്വേഷണം അവസാനിച്ച ഘട്ടത്തിലാണ് ഇതിൻ്റെ മറുപടി കിട്ടിയിരിക്കുന്നത്. GST പോർട്ടലിൽ ലഭ്യമായ വീണയുടെ REG 1 പ്രകാരം സേവന നികുതി രജിസ്ട്രേഷൻ്റെ വിശദാംശമൊന്നും തന്നെയില്ല. ഇതിൻ്റെ അഭാവത്തിൽ വീണ പഴയ സേവന നികുതി വകുപ്പിൽ രജിസ്റ്റർ ചെയ്തതാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ പോലും കഴിയില്ല. അതുകൊണ്ട് വീണ കൊടുത്ത സേവന നികുതി വകുപ്പിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ ഈ ഓഫീസിൽ ഇല്ല എന്നാണ് മറുപടിയിലൂടെ നൽകിയിരിക്കുന്നത്. അതിൽ നിന്നും GSTക്ക് മുന്നേ വീണയ്ക്ക് സേവന നികുതി രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ തന്നെ മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നു, എന്ത് നടക്കണം, ഒന്നുകൂടി എടുത്തു പറയുന്നു, കേരളത്തിൽ എന്ത് നടക്കണം, എന്ത് സംഭവിക്കണമെന്നുള്ള തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമാണ്. മുഖ്യമന്ത്രിയുടെ നയങ്ങളും നിലപാടുകളും തീരുമാനിക്കുന്നത് ക്ലിഫ് ഹൗസിൽ നിന്നാണെന്നാണ് പരസ്യമായ രഹസ്യം. മുഖ്യമന്ത്രിയുടെ മകളുടെ തീരുമാനങ്ങൾക്ക് എതിർപ്പ് പറയാൻ ആർക്കും തന്നെ ധൈര്യമില്ല. ആരെങ്കിലും എതിർത്താൽ മുഖ്യമന്ത്രി അവരെ എതിർക്കും. അതാണ് സാധാരണയുള്ള പതിവ്. കേരള സെക്രട്ടേറിയറ്റിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്ലിഫ് ഹൗസ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും തൊട്ടടുത്ത വീടുകളിലാണ് ക്ലിഫ് ഹൗസ് പരിസരത്ത് താമസിക്കുന്നത് പോലും. യഥാർത്ഥത്തിൽ കേരള ഭരണം നടക്കുന്നത് സെക്രട്ടേറിയറ്റിലല്ല, മറിച്ച് ഈ 2 വീടുകൾ കേന്ദ്രീകരിച്ചാണെന്നുള്ള ആരോപണവും പ്രതിപക്ഷം ശക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കാണെങ്കിൽ പുത്രിവാത്സല്യം കരുണാകരനേക്കാൾ കൂടുതലാണ്. മകൾ പറയുന്നതിനപ്പുറം ഒന്നും തന്നെ പ്രവർത്തിക്കാൻ കഴിയാതെ സ്നേഹനിധിയായ ഈ പിതാവ് മകൾക്കും സംസ്ഥാനത്തിനും നടുക്ക് നിന്നുകൊണ്ട് ഭരണം നിർവഹിക്കുന്നു. മകളുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായ മന്ത്രി. ഇതര മതസ്ഥരുമായി അഭിജാത ബന്ധം പുലർത്തുന്ന മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സമുദായത്തെ മറ്റേതൊരു രാഷ്ട്രീയക്കാരനെയും പോലെ അദ്ദേഹത്തിന് പിണക്കാൻ കഴിയില്ല. എന്നാൽ സംസ്ഥാനത്തെ മുസ്ലിം സമുദായങ്ങളെ ഒന്നാകെ അലൗസരപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ തേര് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയ ഡയലോഗിൽ മുഖ്യമന്ത്രി ജാതി സെൻസസ് നടപ്പാക്കില്ലെന്ന് പറഞ്ഞതോടെ അമ്മാവനും മരുമകനും കലിപ്പിലായൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. ഭൂരിപക്ഷ സമുദായങ്ങളെ കയ്യിലെടുക്കുന്നതിനായി ജാതി സെൻസസ് വേണ്ടെന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന കമ്മിറ്റിക്കും തിരിച്ചടി ഉറപ്പായിട്ടുണ്ട്. ജാതി സെൻസസിനോട് കേരളത്തിന് അനുകൂല നിലപാടാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ പ്രകോപിപ്പിച്ചത്. സംസ്ഥാനത്തെ മുസ്ലിം ഭൂരിപക്ഷ
ന്യൂനപക്ഷ മണ്ഡലങ്ങളിൽ ജയിക്കണമെങ്കിൽ ജാതി സെൻസസിന് അനുകൂലമായ തീരുമാനം കേരളം സ്വീകരിക്കണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനോട് CPM സംസ്ഥാന കമ്മിറ്റിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല. ജാതി സെൻസസ് എന്ന പന്ത് കേരളത്തിലേക്ക് തട്ടിയിടണമെന്ന നിലപാട് CPM സംസ്ഥാന കമ്മിറ്റിക്കുണ്ട്. NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ ജാതി സെൻസസിനെ തുറന്നെതിർക്കുന്നതാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPMനെയും ഭയപ്പെടുത്തുന്നത്. NSSന്റെ നിലപാടുകൾ BJPക്ക് അനുകൂലമാണ്, കോൺഗ്രസിന് അനുകൂലമാണ്. 2026 ഒരു ന്യൂനപക്ഷ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന സ്വപ്നം കാണുന്ന റിയാസിനാണ് CPM സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ തിരിച്ചടി നൽകിയത്. ജാതി സെൻസസ് വിഷയത്തിൽ പന്ത് കേന്ദ്രത്തിന്റെ കോർട്ടിൽ തള്ളിയിട്ടതോടെ റിയാസിന്റെ പ്രതീക്ഷകളൊക്കെ തന്നെ നശിച്ചു. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കും റിയാസിനുമില്ല. ഇടതുമുന്നണിയുടെ ഇരട്ടത്താപ്പ് ഇപ്പോൾ വ്യക്തമായതോടെ ഇസ്ലാം മതവിശ്വാസികൾ കൂട്ടത്തോടെ കൂറുമാറേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നുവെന്നാണ് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.